ഗെയിമിംഗ്, പെർഫോമൻസ്, ബാറ്ററി, ചാർജിങ്, ക്യാമറ എന്നിങ്ങനെ എല്ലാ ഫീൽഡ്സിലും അടിപൊളി സ്പെക്സോടുകൂടി ഒരു അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഷവോമി. യെസ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഷവോമി 15ന്റെ കീ ഫീച്ചേഴ്സ് ആൻഡ് സ്പെക്സ് ആയിരിക്കും. നമ്മൾ ഒരുപാട് ബോറിംഗ് സ്പെക്സ് ഒന്നും പറഞ്ഞ് ഈ വീഡിയോ ലാഗ് ആക്കുന്നില്ല. സോ ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഫസ്റ്റ് വൺ, ഡിസൈൻ. ഈ ഒരു ഫോണിന് പ്രീമിയം ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷവോമി 15 ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. അതുപോലെ തന്നെ ഒരു മൊബൈൽ ഗെയിമർ, ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ ഗെയിമറിന് ഈ ഒരു മൊബൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ജസ്റ്റ് 8.08 mm തിക്നെസ് ആൻഡ് 191 grams ഓഫ് വെയിറ്റ് ആണ് ഈ ഒരു മൊബൈലിൽ വരുന്നത്. ബട്ട് വെയിറ്റ്, ഹിയർ ഈസ് ദ ബെസ്റ്റ് പാർട്ട്. ഇത് IP68 റേറ്റിംഗോട് കൂടിയാണ് വരുന്നത്. സോ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കൂടെയാണ്. ആൻഡ് കമ്മിങ് ടു ഡിസ്പ്ലേ, കാണാൻ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഷവോമി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നടത്തി 6.36 inch LTPO OLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഒരു ബട്ടറി സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3200 nits ആണ്. നിങ്ങൾക്ക് ഏത് ബ്രൈറ്റസ്റ്റ് ഡേയിലും നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഫോൺ യൂസ് ചെയ്യാം. ദെൻ ഇതിൽ HDR10+ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൺഫേം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. LTPO OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ് കളേഴ്സും ഫീൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡാർക്ക് ബ്ലാക്കും കാണാൻ സാധിക്കും. ആൻഡ് കമ്മിങ് ടു പെർഫോമൻസ്, പ്യുവർ പവർ എന്ന് തന്നെ പറയാം. ഈ ഒരു മൊബൈൽ വരുന്നത് Snapdragon 8 ചിപ്സെറ്റോട് കൂടിയായിരിക്കും. സോ നിങ്ങൾക്ക് അൾട്രാ എഫിഷ്യൻസി, ഇൻസെയിൻ പവർ, ഹൈ സ്പീഡ്, ബട്ടറി സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടും. ദെൻ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂസിനെ കുറിച്ച് തല പുകയേണ്ട കാര്യമേ ഉണ്ടാവില്ല. ആൻഡ് ഗെയിമേഴ്സ് നിങ്ങൾക്ക് ലാഗ് എന്ന കാര്യം തന്നെ മറക്കാം. ബിക്കോസ് ഈ ഒരു ഫോണിൽ 12 GB റാമോട് കൂടി നിങ്ങൾക്ക് BGMI, COD എന്നിങ്ങനെ എല്ലാ ഗെയിംസും മാക്സിമം സെറ്റിംഗ്സോട് കൂടി നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. ആൻഡ് കമ്മിങ് ടു ക്യാമറ, DSLR എടുത്തു കളയേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഷവോമി 15 വരുന്നത് 50 MP ക്യാമറയോട് കൂടിയായിരിക്കും. ഇത് ജസ്റ്റ് നമ്പേഴ്സ് അല്ല, അതിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഉണ്ടാവും. 50 MP പ്രൈമറി ക്യാമറ വിത്ത് OIS ആൻഡ് ലേസർ ഓട്ടോ ഫോക്കസ്. സോ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ് ആയിരിക്കും. 50 MP അൾട്രാ വൈഡ് ആൻഡ് 50 MP ടെലിഫോട്ടോ. ഇതാണ് നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഇമേജസിനെ DSLR ലെവലിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് 8K 30 FPS റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, ആൻഡ് സൂപ്പർ സ്ലോ മോഷൻ അറ്റ് 1920 FPS. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു മൊബൈലിലുണ്ട്. സൂപ്പർ മൂൺ മോഡ്, അതുപോലെ തന്നെ ഷവോമി പ്രോ ഫോക്കസ് AI. ഇതെല്ലാം നിങ്ങളുടെ ഷോട്ട്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. സെൽഫി ലവേഴ്സ്, നിങ്ങൾക്ക് 32 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതുമാത്രമല്ല 4K 60 FPS നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ റീൽസ് ചെയ്യുകയാണെങ്കിലും വ്ളോഗ് ചെയ്യുകയാണെങ്കിലും സെൽഫി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ക്രിസ്പ് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കൺഫേം കിട്ടുന്നുണ്ടാവും. സോ ഈ ഒരു മൊബൈലിന് സാംസങ് S24 Ultraനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ദെൻ കമ്മിങ് ടു ബാറ്ററി ആൻഡ് ചാർജിങ്, ഇറ്റ്സ് ഇൻസെയിൻ. ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈലിന് വരേണ്ട ബാറ്ററി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബട്ട് ചാർജിങ്ങിലേക്ക് പോകുമ്പോഴാണ് തിങ്സ് ഗെറ്റിംഗ് ക്രേസി. ഇതിന്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 5240 mAh ബാറ്ററിയാണ്. ബട്ട് ചാർജിങ്ങിലേക്ക് പോകുമ്പോൾ 90 watts ഹൈപ്പർ ചാർജിങ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് 0 to 100 30 മിനിറ്റ്സിൽ ചാർജ് ആവും. ദെൻ ഇതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കർ വിത്ത് ഡോൾബി ആറ്റംസ്, സൂപ്പർബ് സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഈ ഒരു മൊബൈലിന്റെ പ്രസന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ കില്ലർ പെർഫോമൻസ്, സെക്കൻഡ് വൺ ക്യാമറ ബെസ്റ്റ് ആണ്, ഡിസ്പ്ലേ സൂപ്പർ വിഷ്വൽസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, then premium built and IP68 water resistance. Then ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല, അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്സ് ഇല്ല. സോ ഒരു ഗെയിമറിന് ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ഈ ഒരു മൊബൈലിൻ്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 64,999 rupees ആയിരിക്കും. ഈ ഒരു പ്രൈസിൽ സാംസങ് S24 Ultraനെ ഈ ഒരു മൊബൈലിൽ ബീറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഈ ഒരു മൊബൈൽ വൻ ഹിറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഇതുപോലുള്ള ഷോർട്ട് റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.